ഗണപതി കല്യാണം എന്ന് നമ്മൾ പറയാറില്ല, അതുപോലെ നീണ്ടു പോകുന്നു ആറ്റിങ്ങൽ നഗരസഭ ടൗൺ ഹാൾ പുനർനിർമ്മാണം. പണി തുടങ്ങി ഒരുപാട് കൊല്ലമായി, എന്നിട്ടും പാതി വഴിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിൽക്കുകയാണ്. 1.5 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച് നിർമ്മാണം ആരംഭിച്ചു 2018. നിർമ്മാണം പൂർത്തിയാക്കാൻ ഫണ്ടില്ല എന്നാണ് നഗരസഭ ഇപ്പോൾ പറയുന്നത്. ആറ്റിങ്ങൽ നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും സാധാരണ ജനങ്ങൾ വിവാഹ ആവശ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഈ ടൗൺ ഹാളിനെയാണ്. ഇന്ന് ഇതിനകത്തേക്ക് കയറുമ്പോൾ നിങ്ങളെ സ്വീകരിക്കുന്നത് കാടുകയറിയ ഒരു പ്രതിമയും തുരുമ്പെടുത്ത കുറെ കമ്പികളും മാത്രമാണ്. പഴയ ഹാൾ കാലപ്പഴക്കം വന്ന് ജീർണിച്ചതോടെയാണ് ഇരുനില കെട്ടിടം പണിയാൻ ആറ്റിങ്ങൽ നഗരസഭ തീരുമാനിച്ചത്. 2018-19 സാമ്പത്തിക വർഷത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. 5 കോടി രൂപയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വകയിരുത്തിയത്. ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 2 കോടി രൂപയ്ക്ക് ടെൻഡർ നൽകി. പാർക്കിംഗ് ഏരിയ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ ഫണ്ട് തീർന്നു. തുടർന്ന് 2ാം ഘട്ടത്തിനായി 3 കോടി രൂപ കൂടി അനുവദിച്ചു. എങ്കിലും നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഇതിനിടെ സമീപവാസി അതിർത്തി തർക്കത്തെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങി. സ്റ്റേ തീർക്കുവാനായി 8 മാസത്തോളം പണി നിർത്തിവെച്ചു. 6 വർഷം കഴിഞ്ഞിട്ടും LDF നേതൃത്വം നൽകുന്ന നഗരസഭ പണി തീർക്കാൻ നടപടിയെടുക്കാത്തത് സ്വകാര്യ കൺവെൻഷൻ സെന്ററുകളെ സഹായിക്കാനെന്നാണ് പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ ആരോപണം. CPM-ന്റെ ഭരണത്തിലുള്ള അവരെ കീഴിലുള്ള ഒരു സൊസൈറ്റി ആറ്റിങ്ങൽ ടൗൺ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് കോടികൾ വായ്പ എടുത്തുകൊണ്ട് ആ ബാങ്കിനെ കൂടി സംരക്ഷിക്കുന്നത്. ആ ബാങ്ക് ഇപ്പോൾ നിലനിൽക്കുന്നു പോകുന്നത് തന്നെ ഇവരെ പലിശ കൊണ്ടാണ്. കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് മാസം തോറും ആ ബാങ്കിന് പലിശ ഇനത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഈ ഒരു ടൗൺ ഹാളിനെ നശിപ്പിച്ചു. ഇത്രയും രൂപയുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു കെട്ടിടം നമുക്കിവിടെ പണിയായിരുന്നു, കൺവെൻഷൻ സെൻ്റർ ഇവിടെ പണിയായിരുന്നു. സാധാരണക്കാരായ ആൾക്കാരുടെ, പാവപ്പെട്ട ആൾക്കാരുടെ മക്കളുടെ വിവാഹം നടത്തുന്നതിന് വേണ്ടിയും അതുപോലെ പൊതുപരിപാടികൾ കുറഞ്ഞ ചിലവിൽ പൊതുപരിപാടികൾ വയ്ക്കുന്നതിന് വേണ്ടിയും ഇവിടുത്തെ ഈ ആറ്റിങ്ങൽ പ്രദേശത്തു നിന്നല്ല, ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ് പഞ്ചായത്തുള്ള ആൾക്കാർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു ഈ നഗരസഭ ടൗൺ ഹാൾ എന്ന് പറയുന്നത്. 3ാം ഘട്ടത്തിനായി ടെൻഡർ നടപടി തുടങ്ങിയെന്നും കോവിഡും കോടതി വ്യവഹാരവും കാരണമാണ് പണി തടസ്സപ്പെട്ടതെന്നുമാണ് ഇടതു ഭരണസമിതിയുടെ വിശദീകരണം. പൊതുപരിപാടികൾ ഉൾപ്പെടെ നടന്നിരുന്ന ഇവിടെ നിന്നും നഗരസഭയ്ക്കുണ്ടായിരുന്ന വരുമാനവും ഇപ്പോൾ ലഭിക്കുന്നില്ല. അടിയന്തരമായി പണി പൂർത്തീകരിച്ച് ടൗൺ ഹാൾ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടും എന്നു പണി തീർക്കാൻ കഴിയുമെന്ന് പോലും ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത ഗതികേടിലാണ് ആറ്റിങ്ങൽ നഗരസഭ. ആറ്റിങ്ങലിൽ നിന്നും അഭിലാഷ് തൊഴുവങ്കോടിനൊപ്പം അജീഷ് ജയകുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ. രവീന്ദ്രനാഥിൻ്റെ ഒരു സന്ദേശം. കേരളം നേരിടുന്ന ഗുരുതരമായ ചില പ്രശ്നങ്ങൾ, ഈ മാലിന്യം പോലെയുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു ലൈവത്തോൺ ചെയ്തുകൂടെ എന്നാണ് ചോദിക്കുന്നത്. ഈ ബോധവൽക്കരണം തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ വേണം. പക്ഷേ ബോധമില്ലാത്തതുകൊണ്ട് മാത്രമല്ല, നമ്മൾ നമ്മുടെ വീട്ടിൽ കാണിക്കുന്ന ഈ ശുചിത്വവും അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊന്നും ഇറങ്ങി ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാറ പറയുന്നു, ഞാൻ വീടിൻ്റെ പുറത്ത് നിൽക്കുക, എൻ്റെ അച്ഛനകത്തിരുന്ന് TV കാണുക, അത് ഒന്ന് ന്യൂസിൽ പറയാമോ? നോക്കിക്കോണം, ഒരു TV ചാനലിൽ ഓരോരോ ജോലിയെ. ഇതേ സാറ് തന്നെയാണോന്ന് എനിക്ക് ഓർമ്മയില്ല. നേരത്തെ ഇതുപോലെ വീട്ടിൻ്റെ പുറത്തൊന്നും വിളിച്ചിട്ട് കേൾക്കുന്നില്ല, നിങ്ങളുടെ പരിപാടിയും കണ്ടുകൊണ്ട് അച്ഛനകത്തിരിക്കുക, അച്ഛനെ വിളിച്ചൊന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ TV കൂടെ പറഞ്ഞു, അച്ഛൻ പോയി വാതിൽ തുറന്നു. പക്ഷേ എല്ലാ ദിവസവും ഇങ്ങനെ വാതിൽ തുറപ്പിക്കാനൊന്നും ഒരു TV ചാനൽ ഉപയോഗിക്കരുത് കുഞ്ഞെ, അത് വലിയ സങ്കടം പിടിച്ച കാര്യമാണ്. ഓക്കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.